RJBC ന്യൂസ് ഇസ്രായേൽ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ഏപ്രിൽ 29, 2026. നെതന്യാഹുവിന് നിയമക്കുരുക്ക് മുറുകുന്നു. യുദ്ധത്തിനിടയിലും വിചാരണയിൽ ഇളവില്ലെന്ന് ഇസ്രായേൽ കോടതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അഴിമതി വിചാരണകൾ വീണ്ടും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗസ, ഇറാൻ, ഹിസ്ബുള്ള മുന്നണികളിൽ യുദ്ധ സാഹചര്യം തുടരുന്നതിനിടയിലും കോടതി നടപടികൾ ശക്തമായ രീതിയിൽ മുന്നോട്ടു പോകുന്നു. സുരക്ഷാ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിചാരണ ദിവസങ്ങളിൽ ഇളവ് വേണമെന്ന് നെതന്യാഹുവിന് നിയമസംഘം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആഴ്ചയിലെ വിചാരണ ദിവസങ്ങൾ കുറയ്ക്കണമെന്ന ആവശ്യം കോടതി വീണ്ടും തള്ളുകയുണ്ടായി. ചില പ്രത്യേക ദിവസങ്ങളിൽ നേരത്തെ അവസാനിപ്പിക്കാനുള്ള പരിമിത ഇളവുകൾ മാത്രമാണ് കോടതി ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതേസമയം ദേശീയ സുരക്ഷയെ മറയാക്കി വിചാരണ അവസാനിപ്പിക്കാൻ ശ്രമമുണ്ടെന്ന സംശയം പ്രോസിക്യൂഷൻ ഉയർത്തുന്നുണ്ട്. 2020 മുതൽ തുടരുന്ന ഈ കേസുകളിലെ അഴിമതി, വിശ്വാസവഞ്ചന, അധികാര ദുരുപയോഗം തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് നെതന്യാഹു നേരിടുന്നത്. പ്രത്യേകിച്ച് കേസ് 4000 ഇസ്രായേൽ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി വിവാദങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. യുദ്ധകാലത്തും പ്രധാനമന്ത്രി കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വളരെ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഭരണകൂട അനുകൂലികൾ ഇത് ദേശീയ സുരക്ഷയ്ക്ക് തിരിച്ചടിയാകാമെന്ന് ആരോപിക്കുമ്പോൾ വിമർശകർ നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യമാണെന്ന സന്ദേശമാണ് കോടതിയിൽ നൽകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഭാവിയിൽ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടാൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. RJBC ന്യൂസ്.